വള്ളംകളിപ്പിൽ ആവേശം കൊട്ടിക്കേറുന്ന പുന്നമടയിലെ ജലപൂരം ഇന്നാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് രാവിലെ 11 മണിയോടുകൂടി തന്നെ തുടക്കമാകും. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആകും ആദ്യം നടക്കുക. ഉച്ചയ്ക്ക് 2 മണിക്ക് മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് നടക്കും. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യുവും ബിനൽ ലീല സാബുവും പുന്നമടയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേർന്നുണ്ട്. ആദ്യം മനീഷിലേക്ക് പോവാണ്. മനീഷേ, ഗുഡ് മോർണിംഗ്. കോസ്റ്റ്യൂമൊക്കെ കിടിലമാണ്. ഈ ഒരുങ്ങിക്കഴിഞ്ഞോ പുന്നമട പൂർണ്ണമായും? സേതു, തീർച്ചയായും ഗുഡ് മോർണിംഗ്. പുന്നമട അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരുക്കത്തിലാണ്. അതായത് ഇനിയും ഏകദേശം നിമിഷങ്ങൾ മാത്രമാണ് എല്ലാവരും ആവേശത്തോടെ കാത്തിരുന്ന 71ാമത് നെഹ്റു ട്രോഫി തുടങ്ങാനുള്ള സമയമുള്ളത് പറയുന്നത്. സേതു ആദ്യം പറഞ്ഞതുപോലെ തന്നെ 11 മണിയോട് കൂടിയായിരിക്കും ഇവിടുത്തെ വള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കുക. അത് ചെറിയ വള്ളങ്ങളുടെ മത്സരങ്ങളാണ്. പിന്നീട് ഏവരും കാത്തിരിക്കുന്ന ഏറ്റവും പ്രാധാന്യമേറിയ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ 2 മണിക്ക് തന്നെ ആരംഭിക്കും. ഈ 2 മണിക്ക് 21 ചുണ്ടൻ വള്ളങ്ങളാണ് മാറ്റിവെക്കുക. 21 ചുണ്ടൻ വള്ളങ്ങൾ പല ഹീറ്റ്സുകളിലായി 6 ഹീറ്റ്സുകളായിട്ടുള്ളായിരിക്കും മത്സരിക്കുക. 21 വള്ളങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ആദ്യമായിട്ടാണ് 20ലേറെ വള്ളങ്ങൾ ഒരേ സമയം പങ്കെടുക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ഈ വർഷമുണ്ട്. എന്തായാലും തുടർച്ചയായി ആറാമത്തെ കിരീടം ലക്ഷ്യമിട്ടാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇപ്പോൾ നിലവിൽ മേൽപ്പാടം ചുണ്ടനിലേറി ഇവിടെ എത്തുക. അവരുടെ ഈ ജൈത്യയാത്ര കഴിഞ്ഞ 5 വർഷമായി 5 വ്യത്യസ്ത ചുണ്ടനുകളായി, കഴിഞ്ഞ വർഷം കാരിച്ചാലിലാണെങ്കിൽ ഇക്കുറി മേൽപ്പാടത്തിൽ, അങ്ങനെ കഴിഞ്ഞ 5 വർഷമായി വ്യത്യസ്തമായ ചുണ്ടനുകളിൽ അവർ കിരീടം നേടിക്കൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിൽ ഇന്ന് ഈ ഒരു പള്ളാത്തുരുത്തിയുടെ ഒരു ജൈത്രയാത്ര അവസാനിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ജലപ്രേമികൾ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ, മില്ലി മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലൊക്കെയാണ് പല ടീമുകളും പിന്നിലേക്ക് തള്ളപ്പെടുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ടായിരുന്ന വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി അവർക്കൊരു വിയപുരം ചുണ്ടലിൽ തന്നെയാണ് ഉണ്ടാവുക. അതിനോടൊപ്പം തന്നെ കുമരകം ബോട്ട് ക്ലബ്ബ് പായിപ്പാടം ചുണ്ടലും, അതുപോലെ തന്നെ നിരവധി ക്ലബ്ബുകൾ UBC അടക്കമുള്ള വളരെയേറെ കാലമായി പ്രശസ്തമായിട്ടുള്ള പല ക്ലബ്ബുകളും മാറ്റിവെക്കുന്ന ആവേശപ്പോരിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പുന്നമട ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാവിലെ ഒരു ശക്തമായ ഒരു മഴയുണ്ടായിരുന്നു. രാവിലെ ഒരു 6 മണിക്കൊക്കെ നോക്കുകയാണെങ്കിൽ ശക്തമായ മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മഴയൊക്കെ മാറി മാനം തെളിഞ്ഞു വരുന്നൊരു സമയമാണുള്ളത്. അതും ഒരു ശുഭ പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തന്നെ ഇവിടുത്തെ മറ്റ് പരിപാടികളെല്ലാം തന്നെ ആരംഭിക്കും. 11 മണിയോടുകൂടി ഒരു 10 മണിക്ക് കഴിയുമ്പോൾ തന്നെ ആരാധകരുടെ ഒരു വലിയ സംഘം തന്നെ ഇവിടേക്ക് ഇരച്ചെത്തും. ആരാധകർ മാത്രമല്ല, ഈ നാട്ടുകാർ മാത്രമല്ല, മറ്റ് സംസ്ഥാനത്തു നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തും. അതിനോടൊപ്പം തന്നെ വിദേശികളടക്കമുള്ളവരെല്ലാം തന്നെ ഈ ഒരു ജലമേള കാണാൻ വേണ്ടി ഈ പുന്നമടയുടെ ഇരുവശങ്ങളിലുമായി നിലയുറപ്പിക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ ഹൗസ് ബോട്ടുകളൊക്കെ ഈ നിരത്തിയിട്ടിരിക്കുന്നതെല്ലാം തന്നെ ഈ ഒരു പുന്നമടയുടെ ഈ ഓളപ്പരപ്പിലെ ഈ ജലമേള കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടെയൊക്കെ തന്നെ വിദേശികളൊക്കെ തന്നെ ഇതിനു മുമ്പോട് തന്നെ ഈ സ്ഥലമൊക്കെ തന്നെ ബുക്ക് ചെയ്ത് അവർക്ക് ഹൗസ് ബോട്ടിൽ നിന്ന് ഈ വള്ളംകളി ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ളത്. അതിനിപ്പുറത്തേക്ക് കാണുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ജങ്കാരൊക്കെ തന്നെ ടൂറിസം വകുപ്പിൻ്റെയാണ്. അവിടെ വിശിഷ്ടാതിഥികളൊക്കെ ഉണ്ടാവും. അവരും പ്രത്യേക പാസ്സൊക്കെ എടുത്തിട്ട് എത്തിയിട്ടുള്ളവരാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നെഹ്റു പവലിയൻ നമുക്ക് കാണാൻ സാധിക്കും. ആ നെഹ്റു പവലിയനിലാണ് 6 മണിയോട് കൂടി തന്നെ 71ാമത് നെഹ്റു ട്രോഫി വിജയിക്ക് അവരുടെ കിരീടം, നെഹ്റു ഒപ്പിട്ട വെള്ളി കിരീടം നൽകുക. ആ സ്ഥലത്ത് വെച്ചായിരിക്കും. ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ വലിയ തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈ മൈക്രോസെറ്റും മില്ലി സെക്കൻഡൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. പക്ഷേ അത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും ഇക്കുറി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സംഘാടകർ പറയുന്നത്. റീപ്ലേ സംവിധാനമടക്കം ഏറ്റവും മികച്ച ദൃശ്യമികവോടുകൂടി തന്നെ റീപ്ലേ സംവിധാനങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് മലയാളം ടീമും ഈ അവസാനത്തെ നിമിഷങ്ങൾക്ക് വേണ്ടി സജ്ജമായിട്ടുണ്ട്. എന്തായാലും എവരും കാത്തിരിക്കുന്നത് ഈ മേൽപ്പാടം ചുണ്ടനിൽ എത്തുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ കഴിഞ്ഞ 5 കൊല്ലമായി അവരുടെ ഒരു ആധിപത്യമാണ് ഉള്ളത്. ആ ആധിപത്യം അവസാനിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും ഏറെ ആവേശത്തോടെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. സിദ്ധലക്ഷ്മി. ഓക്കെ മനീഷ്, ശരി. അപ്പോൾ ആലപ്പുഴയിലെ ജലമാമാങ്കമായ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു. അത് ആണ് മനീഷ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും. കഴിഞ്ഞിട്ടില്ല. ബിനിൽ ലീല സാബു കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് പുന്നമടയിൽ നിന്ന്. ബിനിലെ, ഗുഡ് മോർണിംഗ്. എന്തായി ബിനിലെ അവസാന വട്ട ഈ ഒരുക്കങ്ങളും കാഴ്ചകളും? മഴയുണ്ടോ അവിടെ?
സേതു, ഞാനുള്ളത് ഇപ്പോൾ കൈനകരിയിലാണ്. കൈനകരിയിൽ നമുക്കറിയാം 2 ക്ലബ്ബുകളാണ്. ഒന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബും മറ്റൊന്ന് യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ്. PBC, UBC ഇവർ തമ്മിലുള്ള മത്സരം കാണാൻ വേണ്ടിയാണ് ഈ കാത്തിരിക്കുന്നത് ഈ വള്ളംകളി പ്രേമികൾ. പ്രത്യേകിച്ച് നേരത്തെ മനീഷ് പറഞ്ഞു, കഴിഞ്ഞ 5 കൊല്ലങ്ങളായി 2 വർഷങ്ങളിൽ ഉണ്ടായിരുന്നില്ല. 20-ലും 21-ലും ഈ വള്ളംകളി ഉണ്ടായിരുന്നില്ല. ബാക്കി 18 തൊട്ടിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വള്ളംകളിയിലും ഈ ജൈത്രയാത്ര തുടരുന്നത് PBC ആണ്, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. 2018-ലാണെങ്കിൽ പായിപ്പാടൻ, 2019-ൽ ചമ്പക്കുളം, 22-ൽ മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ, പിന്നീട് വിയ്യപുരം 23-ൽ. കഴിഞ്ഞ വർഷം നോക്കിയാൽ കാരിച്ചാലിലാണ് PBC കളിച്ചത്. അങ്ങനെ 5 വർഷമായി ജൈത്രയാത്ര തുടരുകയാണ് PBC. അങ്ങനെ ആളുകൾ ഉറ്റുനോക്കുന്ന ഒന്നാണ് ആരാണ് ഇത്തവണ 6ാം തവണയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് പുന്നമടയിൽ ആ ചരിത്രം കുറിക്കുമോ എന്നുള്ള നോട്ടമാണ് ആളുകൾ, വള്ളംകളി പ്രേമികൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഞാനുള്ളത് കൈനകരിയിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ UBC കൈനകരി തുഴയുന്ന വള്ളം തലവടി ചുണ്ടൻ അത് നീറ്റിലേക്ക് ഇറക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഞാനിപ്പോൾ കൈനകരിയിലാണ്. എന്തായാലും ഇപ്പോൾ മനീഷ് പറഞ്ഞു അവിടെ മഴ മാറി നിൽക്കുകയാണെന്ന്. ഇവിടെ ഇപ്പോൾ മഴ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ നോക്കുമ്പോൾ മഴ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഈ മഴയൊന്നും വള്ളംകളിക്ക് ഒരു തടസ്സമല്ല എന്ന മുൻ ചരിത്രം നമുക്കറിയാം. മഴയുണ്ടെങ്കിൽ പോലും അതൊക്കെ അവഗണിച്ച വള്ളംകളി പ്രേമികൾ അവിടെ ഉണ്ടാകും. പുന്നമടയുടെ 2 കരകളിലും ഉണ്ടാകും. എന്തായാലും 11 മണിക്കാണ് വള്ളംകളി തുടങ്ങുക. ആദ്യം ചെറു വള്ളങ്ങളായിരിക്കും, പിന്നീട് 2 മണിക്ക് ശേഷമായിരിക്കും ചുണ്ടൻ വള്ളങ്ങൾ. ആളുകൾ കാത്തിരിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ്. വെപ്പ് വള്ളമുണ്ട്, ചുരുളം വള്ളമുണ്ട്, തെക്കനോടി വള്ളങ്ങളുണ്ട്. അങ്ങനെ വള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ നിരവധിയാണ്. ആളുകൾ കാത്തിരിക്കുന്നത് പക്ഷേ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ്. 21 വള്ളങ്ങളാണ് ഇത്തവണ മത്സരിക്കുന്നത്. മനീഷ് പറഞ്ഞു ഇത്തവണ 20-ലധികം വള്ളങ്ങളുണ്ട്. ഇത്തവണ 21 വള്ളങ്ങൾ മത്സരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണകളിൽ ഉള്ളതുപോലെ വലിയ ആവേശമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഈ മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ PBC ജയിച്ച് കയറി വന്നതും. അത്തരം വിവാദങ്ങളൊക്കെ ഉണ്ട്. ആ കേസൊക്കെ കോടതിയിൽ ഉള്ളത് തന്നെ. പക്ഷേ എന്നാൽ പോലും ഈ വള്ളംകളി പ്രേമികളെ സംബന്ധിച്ച ചെറിയ ഒരു മൈക്രോ സെക്കൻഡുകൾ പോലും ജയിക്കുന്നത് വലിയ ആവേശമാണ്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 11 മണിക്ക് കൃത്യം ചെറുവള്ളങ്ങളുടെ മത്സരം തുടങ്ങുന്നതിന് ശേഷം 2 മണിക്കാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമുള്ളത്. ആ ആവേശത്തിനാണ് ആളുകൾ കാത്തിരിക്കുന്നത്. സേതു.